സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആ ദിവസം തന്നെ എൻസിപി അജിത് പവാർ പക്ഷത്തിന് അതൃപ്തിയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ശിവസേനയുടെ ഷിൻഡെ പക്ഷവും അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ക്യാബിനറ്റ് പദവി നൽകാത്തതാണ് ഇതിന് കാരണം. അനീതിയാണെന്നാണ് പാർട്ടി നേതാവും എം പിയുമായ ശ്രീരംഗ് ബർണെ പറഞ്ഞത്. ഇതോടെ മഹാരാഷ്ട്രയിലെ മഹായുതി സഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ആർ രാകേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഇത് പ്രതീക്ഷിച്ച ഒരു കാര്യം കൂടിയാണ്. അജിത് പവാർ പക്ഷം അന്ന് തന്നെ പ്രശ്നമുണ്ടാക്കിയിരുന്നു, മന്ത്രി പദവി ഏറ്റെടുത്തില്ല. ഇപ്പോൾ ശിവസേനയുടെ ഷിൻഡെ വിഭാഗവും ഇത്തരമൊരു എതിർപ്പ് പറയുമ്പോൾ ഏത് രീതിയിൽ അത് നേരിടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? എന്തായാലും ക്യാബിനറ്റ് പദവി പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ ഇനി. മഞ്ജുഷ, എൻസിപിക്ക് പിന്നാലെ അജിത് പവാർ പക്ഷത്തിന് പിന്നാലെ കടുത്ത വിമർശനവുമായി ഇപ്പോൾ ഷിൻഡെ പക്ഷം കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഷിൻഡെ പക്ഷത്തിന്റെ പരാതി അവർക്ക് ക്യാബിനറ്റ് പദവി നൽകിയില്ല എന്ന് തന്നെയാണ്. കാരണം ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമ്പോൾ പ്രതാപ് റാവു ജാദവിന് ലഭിച്ചത് സ്വതന്ത്ര ചുമതലയുള്ള വകുപ്പ് മാത്രമാണ്. അതിലാണിപ്പോൾ ഷിൻഡെ പക്ഷത്തിന് അതൃപ്തിയുള്ളത്. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 7 MP-മാരുണ്ട് ശിവസേനയ്ക്ക്, പക്ഷേ പരിഗണിക്കപ്പെട്ടത് സ്വതന്ത്ര ചുമതല മാത്രമാണ്. അതിന് ചില ഉദാഹരണങ്ങൾ കൂടി ഈ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ചിരാഗ് പാസ്വാന് 5 MP-മാരാണ് ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്കുള്ളത്, പക്ഷേ ക്യാബിനറ്റ് പദവി കിട്ടി. കുമാരസ്വാമിക്ക് JDS-ന് 2 MP-മാരുണ്ട്, അവർക്കും ക്യാബിനറ്റ് പദവി കിട്ടി. ജിതൻ റാമാഞ്ചി മാത്രമാണ് ആ പാർട്ടിയിൽ നിന്നുള്ള MP HIM-ന്റെ, അപ്പോൾ അവർക്കും ക്യാബിനറ്റ് പദവി കിട്ടി. അങ്ങനെ ഒരു വിവേചനം കാണിച്ചു. കടുത്ത അനീതി മുന്നണിയിൽ നിന്നുണ്ടായി, NDA-യിൽ നിന്ന് ഉണ്ടായി എന്നാണ് ഇപ്പോൾ ശിവസേന നേതാക്കൾ പരസ്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. അത് മുന്നണിക്കകത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കാരണം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കാനിരിക്കുകയാണ്. മാത്രവുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ശരത് പവാറിന്റെ NCPയും ഒപ്പം തന്നെ ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയുമാണ്. അപ്പോൾ നിലവിൽ തന്നെ ഈ 2 പക്ഷത്തും NDAയിലുള്ള ശിവസേനയിലും ഒപ്പം തന്നെ അജിത് പവാർ ക്യാമ്പിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. വീണ്ടും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകണം, പ്രത്യേകിച്ച് ശരത് പവാർ ക്യാമ്പിലേക്ക് MLA-മാരിൽ ഭൂരിഭാഗം പേരും മടങ്ങാൻ ശ്രമിക്കുന്ന അടക്കമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ക്യാബിനറ്റ് പദവി ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ഷിൻഡെ പക്ഷത്തിന് ഏതായാലും ചൊടിപ്പിച്ചിരിക്കുന്നതും അവരെ പ്രതിസന്ധിയിലാക്കുന്നതും. ഏതായാലും അവരുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ BJP-യുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഏതായാലും ഈ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നേതാക്കൾ പങ്കുവെക്കുന്നത്. ഷിൻഡെ പക്ഷത്തെ ഒപ്പം നിർത്തും എന്നുകൂടി ഇപ്പോൾ നേതാക്കൾ ഏതായാലും പ്രതികരിക്കുന്നുണ്ട്. രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. NCP അജിത് പവാർ പക്ഷത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ശിവസേന ഷിൻഡെ പക്ഷവും NDAയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്യാബിനറ്റ് പദവി അവർക്ക് കിട്ടാത്തതാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്.